നിങ്ങളുടെ തമ്മിൽ കെമിസ്ട്രി ഉണ്ടായിരുന്നു ജലജ, ട്രമൻഡസ് കെമിസ്ട്രി. വേണുനാഗവള്ളിയും ജലജയും തമ്മിലുള്ള ഒരു കെമിസ്ട്രി നല്ല എല്ലാ കാരണത്തിൽ ഒരു പക്ഷേ നിങ്ങളുടെ ആ ജോഡിയെ മലയാളി ഒരു പക്ഷേ വേണുചേട്ടൻ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ഇൻ്റർവ്യൂ എടുത്ത് ഞാനാണ്. അവസാന ഇൻ്റർവ്യൂ ഇവിടെ വന്ന് ഞങ്ങൾ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഞാനിതൊക്കെ ചോദിച്ചാൽ ഈ പടങ്ങളിലൊക്കെ പല ക്ലിപ്പിങ്സ് ഞാൻ കാണിച്ചിരുന്നു. അപ്പം അദ്ദേഹം കുറേ കാലം കൈരളി ജോലിയും ചെയ്തിരുന്നു, അറിയാലോ, ഇവിടുത്തെ ക്രിയേറ്റീവ് സെക്ഷനിൽ വന്നു. അവസാനം പുള്ളി ഇറങ്ങുമ്പോൾ എന്നോട് പറഞ്ഞു, ബ്രിട്ടാസ് ഇനി എന്ന് കാണാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. പക്ഷേ പുള്ളിക്ക് അറിയാം മൂപ്പർ രോഗത്തിൽ വിധേയമായിരിക്കുകയാണ്, അടിപ്പെട്ടിരിക്കുകയാണെന്നറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു, മേടിച്ചിട്ട് അങ്ങനെ പറയരുത്, നിങ്ങളൊന്നും അങ്ങനെ പെട്ടെന്ന് പോകാനൊന്നും പോകുന്നില്ല, നമ്മളൊക്കെ പോയ ശേഷം നിങ്ങൾ പോവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ച് പ്രസ് ചെയ്ത് പിന്നെ പോയി. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഒരുപക്ഷെ അദ്ദേഹം മരിക്കുകയും ചെയ്തു. ജലജയെ സിനിമയിൽ സങ്കല്പിക്കുമ്പോൾ, ജലജയുടെ കഥാപാത്രങ്ങൾ എടുക്കുമ്പോൾ എപ്പോഴും അതിനോടൊപ്പം വരുന്നൊരു കഥാപാത്രമാണ് വേണുചേട്ടൻ. എങ്ങനെയാണ് ജലജയ്ക്ക് വേണുചേട്ടൻ്റെ ഒരു സ്മരണകളെ ഓർക്കാൻ കഴിയുന്നത്? നല്ല ഓർമ്മകളാണ്. എന്താ വെച്ചാൽ ഒരു വലിയ ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നു. അതുപോലെ നമ്മൾക്ക് വർക്ക് ചെയ്യുമ്പോൾ തന്നെ കമ്പാറ്റബിലിറ്റി, നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ കെമിസ്ട്രി, ഫിസിക്സ് ആയാലും എന്തുമായാലും ശരി, ബട്ട് ഒരു മാത്തമാറ്റിക്സ് ആയിരുന്നു. അതെ, അതൊരു മാത്തമാറ്റിക്സ് ആയിരുന്നു. നല്ലപോലെ വർക്ക് ചെയ്യാനായിട്ടല്ല, നമ്മൾക്ക് കംഫർട്ട് ലെവൽ വളരെ നല്ലതായിരുന്നു. ചേട്ടൻ മരിക്കുന്നതിന് മുമ്പ് ഞാനും പോയിരുന്നു, ഹോസ്പിറ്റലായിരുന്നപ്പോഴത്തേക്കും. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഹോസ്പിറ്റലാണെന്ന്. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി കണ്ടിട്ട് പോയി കഴിഞ്ഞിട്ടാണ് ചേട്ടൻ മരിച്ചത്. പോയി കണ്ടപ്പോൾ എന്ത് പറഞ്ഞു? എങ്ങനെ പുള്ളിയുടെ കണ്ണ് നിറഞ്ഞ് ഇരിക്കുമായിരുന്നു. ഒന്നും അല്ല, പുള്ളിക്കും അപ്പം ഏകദേശം ഞാൻ മീര ചേച്ചിയുടെ അടുത്തൊക്കെ പറഞ്ഞു ഏകദേശം പുള്ളിക്കും അതിൻ്റെ സിറ്റുവേഷൻ അറിയാം എന്നുള്ള മട്ടിൽ. അപ്പം ഒന്നും അങ്ങനെ ഇങ്ങനെ കണ്ടു, ഇങ്ങനെ ഇരുന്നു. അപ്പം ഞാനും അമ്മുവും കൂടെ പോയത്. അമ്മുവിൻ്റെ അടുത്ത് ഇങ്ങനെ പിടിച്ചു ഒക്കെ ഇരുന്ന് ഒന്നും അങ്ങനെ എനിക്കൊന്നും പറയാനുള്ള ഒരു മാനസികാവസ്ഥ അല്ലായിരുന്നിരിക്കാം. പക്ഷെ കണ്ണിങ്ങനെ നിറഞ്ഞിരിക്കുന്ന മാത്രം കണ്ടപ്പോൾ എനിക്കും കൂടുതൽ ഇരുന്നിട്ട് ബുദ്ധിമുട്ടിക്കണ്ട, നമ്മളിരിക്കുമ്പോഴത്തേക്കും എന്തെങ്കിലും വിഷമം ഇനി കൂടുതലാവണ്ട. കുറച്ച് നേരം ഞാനും ഇരുന്നു അവിടെ. ചേച്ചിയുടെ അടുത്തൊക്കെ പറഞ്ഞു, മോനും ഉണ്ടായിരുന്നു, സംസാരിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത്.